നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഇമോഷൻസും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്നാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത്. അതുപോലെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെയും നിങ്ങളുമായി റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെയും മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തത് വിട്ടുകളയുക. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്താണ് അവരുടെ കറണ്ട് എനർജി എന്നാണ് നോക്കുന്നത്. ഹാങ്ഡ് മാൻ. അവർ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ, അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അവരിപ്പോൾ നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനിലായാലും ഒന്നും ചെയ്യാൻ കഴിയാതെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. ചില ആളുകൾക്ക് ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കി അതിൽ വന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു എനർജി അങ്ങനെയായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന ആളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ്. അവർക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ, അതായത് ഒരുപാട് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാഞ്ഞിട്ടും അവർ സാഹചര്യവശാൽ അവരത് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. അത് ഏത് സിറ്റുവേഷനും ആകാം. ഒരു ഫിനാൻഷ്യൽ ബർഡൻ ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലോ റിലേഷൻഷിപ്പുകളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയൊരു ഭാരം, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാരം തലയിലേറ്റി നിൽക്കുന്ന ഒരു എനർജിയാണ്. അവരത് ചെയ്ത് തീർക്കാമെന്നുള്ളൊരു വാക്കിൻ്റെ പുറത്താണ് ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഫോർ ഓഫ് വാൻഡ്സ്. ചില ആളുകൾ ഒരു സെലിബ്രേഷൻ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവരിപ്പോൾ റീസെൻ്റായിട്ട് ഒരു എൻഗേജ്മെൻറ്റ്, ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ടവർ സിറ്റുവേഷൻ. പുറമെ എത്രത്തോളം ഓക്കെയാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചാലും അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡിസ്ട്രക്ഷനാണ്. ഒരു തരത്തിലും അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു എനർജി. ഒരു ടവർ കാർഡ് എന്ന് പറയുമ്പം അവർ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും അവർക്കത് ശരിയാകുന്നില്ല എന്നുള്ള ഒരു എനർജി. അത് തുടങ്ങുമ്പോൾ തന്നെ എൻഡിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് എത്തിച്ച് ഒരു സക്സസ് ആയി എന്ന് കരുതുന്ന സമയത്തായിരിക്കും അത് കംപ്ലീറ്റ്ലി അടി തൊട്ട് ഇളകി പോകുന്നത്. അപ്പോൾ അവരങ്ങനെ വളരെയധികം ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഒന്നും അറിയില്ലാതെ ഒരു മാറ്റം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. നമ്പർ കാർഡാണ്. വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഈ എന്തൊക്കെ ഇത്രയും വിഷമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്രയും ഒരു ഡിസ്ട്രക്ഷൻ ഫേസിലൂടെ പോയിട്ടും ആൾ തൻ്റെ ഈഗോ വിട്ടിട്ടില്ല. അപ്പോഴും ആ ഒരു സെൽഫിലേക്ക്, അതായത് ഈഗോ സെൽഫ് എന്ന് പറയാം, വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ. അതിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും തുറന്ന് സമ്മതിക്കുന്നുണ്ടാവില്ല. എങ്ങനെയാണ് ആൾ പോകുന്നത് എന്നൊന്നും. പുറമേ ആളൊരു മാസ്ക് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്, പക്ഷെ ഉള്ളിൽ വളരെയധികം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാനായിട്ട് വളരെയധികം മടിയുള്ള ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പം എന്ത് കാര്യം സംഭവിച്ചാലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ ഭാവിക്കുന്നു എന്നുള്ള
ഒരു മെസ്സേജാണ്. സിക്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു. അപ്പം ഒത്തിരി, അതായത് പാസ്റ്റിലേക്ക് തന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ആൾക്ക്. ആളുടെ ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് ആകെയുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് പാസ്റ്റാണ്. അത് നിങ്ങളുമൊത്തുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് തന്നെയാണ് ആളുടെ നോട്ടം പോകുന്നത്. പക്ഷേ നിങ്ങൾ എത്ര ചോദിച്ചാലും നിങ്ങൾ ചിലപ്പോൾ ആളൊരു റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അത് ആളുടെ അത്രയും ഒരു ഈഗോ സെൽഫിൽ നിൽക്കുന്ന എംബറർ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഈഗോ സെൽഫിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണണം, നിങ്ങളുടെ കൂടെ ഒരു മൊമെന്റ് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ മൊമെന്റിൽ അവരുടെ ഈഗോ അവരെ അതിൽ നിന്ന് തടയും. സെയിം 3 ഓഫ് കപ്സ് ഒക്കെയാണ്. വളരെ ഒരു തീവ്രമായ ഒരു ലവ് എനർജിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഈഗോ അവരെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയാം, അവിടെ ഹാപ്പി ആണെന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അത് ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അവർ ഹാപ്പിയാണ്, അവർ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവിടെ എൻജോയ് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മുമ്പിൽ അത് കാണിക്കുകയാണ്. അത് അവരുടെ ഈഗോ കാരണം, നിങ്ങളുടെ മുമ്പിൽ അത് തുറന്ന് സമ്മതിക്കാനുള്ള മടി കാരണമാണ്. പക്ഷെ അവരുടെ ചിന്തകൾ മുഴുവനും നിങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു മൊമെന്റ്സ് അവരത്രയും എൻജോയ് ചെയ്ത് ആലോചിച്ച് ഇരിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും എടുക്കാൻ പോവുകയാണോ എന്നുള്ളതും കൂടെ നോക്കാം. എയ്റ്റ് ഓഫ് കപ്സ് അത് വളരെ മിസ്സിങ് ആണ് അവർക്ക് അവിടെ. നൈറ്റ് ഓഫ് സോർട്സ്, 3 ഓഫ് സോർട്സ്, 5 ഓഫ് കപ്സ്, the chariot, Queen of Swords, Death, Knight of Wands, 10 of Pentacles, Ace of Swords, Strength, 3 of Wands, 5 of Wands, the Hermit, Ace of Wands, and 9 of Wands. ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ പേഴ്സൺ ഒരു നമുക്ക് നേരത്തെ സ്പ്രെഡിൽ അവരുടെ കറണ്ട് എനർജി നോക്കിയപ്പോൾ കണ്ടിരുന്നു അവരുടെ ലൈഫിലൊരു ടവർ സിറ്റുവേഷൻ ആണ്, ഒരു ഡിസ്ട്രക്ഷൻ്റെ ഫേസിലാണ് നിന്നിരുന്നത് എന്ന്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിട്ടാണ് ഇവിടെ കാണുന്നതും. ഫാമിലി ആൻഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ ഒരു 2 കേസും ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക്. 3 ഓഫ് സോർഡ്സ് അവരുടെ ഹൃദയത്തിൽ ആ ഒരു പെയിൻ, അത്രയും വലിയൊരു മുറിവുണ്ടാക്കിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു എനർജിയാണ്. അവർ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അവർ ഏത് സിറ്റുവേഷനിലാണോ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിച്ചത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ മാറ്റി നിർത്തി അവരുടെ പ്രയോറിറ്റി കൊടുത്ത് അവർ മാറിപ്പോയത്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു വളരെയധികം ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണും അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. അപ്പം അത്രയും മിസ്സിങ് ആയിട്ട് അവർക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് അതിൽ നിന്ന് ഓടിപ്പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം വളരെ തീവ്രമായിട്ട് ഇവിടെ കാണാം. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പം എന്തുകൊണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പോലും ഉണ്ടാവില്ല. ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതിൻ്റെ റീസൺ പോലും ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല.
അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പം ഈ ഒരു ചോദ്യങ്ങളെ അവർ ഭയക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടിയാൽ മാത്രമേ ഇനി ഈ ഒരു പേഴ്സണോട് ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഇനി ഒരു അവസരം കൊടുക്കൂ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം ക്യൂൻ ഓഫ് സോൾസ് അത്രയും പവർഫുൾ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം അതിന് ശേഷം വന്നിരിക്കുന്നത് ഡെത്ത് കാർഡുമാണ്. അപ്പം നിങ്ങൾ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാവിയെ തന്നെ ഇവിടെ നിശ്ചയിക്കുന്നത്. അത് ഈ ഒരു പേഴ്സണ് വളരെ നന്നായിട്ട് അറിയാം. അവർക്കിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം അവർക്ക് ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് അവർ വരാൻ അവിടെ മടിച്ചു നിൽക്കുന്നതും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവരുടെ കറണ്ട് എനർജി നോക്കിയപ്പോൾ ഈഗോ അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്ത് ഒരു ഹാങ്ഡ്മാൻ്റെ എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു തടസ്സം ഈഗോയാണെങ്കിൽ, രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവരുടെ പക്കലില്ല എന്നുള്ളതാണ്. അപ്പം എത്ര തവണ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുമ്പോഴും വീണ്ടും അവരവിടെ സ്റ്റക്കായി പോവാണ്. കാരണം ഇവിടെ ഈ ട്രാവൽ കാർഡുകൾ, ചാരിയറ്റ് കാർഡും 3 ഓഫ് വാൻഡ്സും ഒക്കെ ഉണ്ട്. അവർ ഒത്തിരി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ആ അടുത്ത മൊമെന്റിൽ നിങ്ങൾക്ക് തരാനൊരു മറുപടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഈഗോ അവിടെ വർക്കാവും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വീണ്ടും അതിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയാം. അവരൊരു ബാലൻസിങ്ങിലേക്ക് വരണം എന്നുള്ളത് അറിയാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വ്യക്തമായ ധാരണയില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് മടങ്ങി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയില്ല, നിങ്ങളെ വേദനിപ്പിക്കേണ്ടിയൊക്കെ വരും എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവരൊരു സ്ട്രെങ്ത് നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബാലൻസ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കാണുന്നത്. അവിടെ ഒരുപാട് കോൺഫ്ലിക്റ്റ്, അവർ ചുറ്റുമുള്ളവരെല്ലാം ഒരു നെഗറ്റിവിറ്റിയിലേക്ക്, അതായത് അവർ ഏറ്റവും അധികം ഹാപ്പി ആയിട്ടിരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, അവരുടെ സോൾ കണക്ഷൻ ഉണ്ട് എന്ന് കരുതിയിരുന്ന ഒരുപാട് ബന്ധങ്ങളായിരിക്കാം, അതെല്ലാം ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്ന ഒരു എനർജിയാണ്. ചുറ്റും നിന്ന് കൂട്ടമായി ആക്രമിക്കുന്ന ഒരു എനർജി, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് വാൻഡ്സിലൊക്കെ നമുക്ക് കാണാം ഒരു പേഴ്സൺ മറ്റുള്ള എല്ലാവരോടും വഴക്കിടുകയാണ്. അപ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും അവരെ ആ ഒരു പേഴ്സണിനെതിരെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പം എവിടെ നിന്ന് നോക്കിയാലും ട്രിഗർ മാത്രമേ ഈ ഒരു പേഴ്സണ് കിട്ടുന്നുള്ളൂ. അതാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിയിരുന്നത്, അതാണ് ടവർ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് നേരത്തെ സ്പ്രെഡിൽ കറണ്ട് എനർജി കാണിച്ചപ്പോഴും മനസ്സിലായത്. അതിൽ അന്നേരം പറയുകയുണ്ടായിരുന്നു, അതായത് ഒരുപാട് വർക്ക് ചെയ്ത് അത് ഒരു കാര്യത്തിൽ വലിയൊരു സക്സസ്സിലേക്ക് എത്തുമ്പോഴായിരിക്കാം അതിന് ഒരു തകർച്ച വന്നു പോകുന്നത്. അത് തുടക്കത്തിലേ തന്നെ അത്രയും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു പെയിൻ ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരിക്കും അത് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. എല്ലാ തരത്തിലും ഒരു പെയിൻഫുള്ളായിട്ട്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു വേദനയിലൂടെ പോകുന്ന ഒരു എനർജി. ഇവിടെ ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട്, വളരെയധികം ഒറ്റപ്പെട്ട്, ആൾക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്ന് പോലും അറിയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ഹാങ്ഡ്മാനും ഇവിടെ ഹെർമിറ്റും സെയിം മെസ്സേജാണ് നൽകുന്നത്. അതായത് ഒരു ആൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ള ഒരു മെസ്സേജ്. ആൾ സ്വയം ബോധ്യപ്പെടട്ടെ, അത് ആൾ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു, നിങ്ങളോട് എന്തായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ആൾ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് പോയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനുശേഷം ഇവിടെ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഒരു വടിയിൽ, ഉണങ്ങിപ്പോയ ഒരു ചില്ലയിൽ കിളിർത്തു വരുന്ന ഇലകളെ പോലെ ആ ഒരു നിങ്ങളുടെ റിലേഷനിൽ പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡെത്ത് കാർഡിൻ്റെയും മീനിങ് അതാണ്. നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺസ് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാകും. എപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി ബ്രേക്കായി പോകാൻ പോകുന്ന ഒരു എനർജിയാണ്. അതിന് ശേഷം ഉണ്ടാകുന്നത് ഒരു ബിഗിനിങ് ആണ്. ഇവിടെ ഒത്തിരി ന്യൂ ബിഗിനിങ് കാർഡുകൾ കാണുന്നുണ്ട്. ഡെത്ത് കാർഡ്, ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ഇതെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ് കാർഡുകളാണ്. ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പം അവർക്ക് വളരെയധികം ഒരു ക്ലാരിറ്റി, അതായത് അവരുടെ മനസ്സിന് വളരെയധികം ഒരു സ്ട്രെങ്ത് വരുന്ന ഒരു എനർജിയാണ്. അവർ ഉറച്ച ഒരു തീരുമാനത്തിലെത്തും, ഒരു ബാലൻസിലേക്ക് വരും. അവരുടെ ലൈഫിനെയും അവരുടെ പ്രിയപ്പെട്ടതിനെയും എല്ലാം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
അതായത് എല്ലാത്തിനെയും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് അതാണ് ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വരുന്നത്. തീർച്ചയായും ഇതിലൊരു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ചില ആളുകൾക്ക് ഒരു കോണ്ടാക്റ്റിൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഈ അടുത്ത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പം അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അവരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പം ആ ചോദ്യങ്ങളെയാണ് അവർ കൂടുതലായിട്ട് ഭയക്കുന്നത്. അവർക്ക് മറുപടി പറയാനുണ്ടാവില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്തുള്ളൊരു ബ്ലോക്കേജ് ആയിട്ട് ഇവിടെ കാണുന്നതും. അപ്പം നിങ്ങൾ അവരോട് ഫോർഗീവ്നെസ് കൊടുക്കുക, നിങ്ങൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക, യൂണിവേഴ്സിനോട് ഫോർഗീവ്നെസ് ചോദിക്കുക. ആൻഡ് യൂണിവേഴ്സിനോട് എല്ലാത്തിനും, എന്ത് കാര്യത്തിനും, ഏതൊരു ബ്ലെസ്സിങ്സിനും താങ്ക്സ് പറയുക. എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഒരു ഫോർഗീവ്നെസ്സിൻ്റെയും എനർജിയിൽ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷനിൽ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത്. കുറച്ച് ക്ലൂസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സിക്സ് പത്തനംതിട്ട, 5/22 ഒക്ടോബർ കണ്ണൂർ മിഥുനം രാശി, 15/23 കോട്ടയം, 3/16 ഏപ്രിൽ മലപ്പുറം, 20 തൃശ്ശൂർ കന്നി രാശി, 7/8/26 കർക്കിടകം രാശി. ഇത്രയാണ് ഇവിടെ ക്ലൂസ് ആയിട്ട് ഈ ഒരു സ്പ്രെഡിൽ കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക. നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അട്രാക്റ്റ് ചെയ്യുക എന്നതിനേക്കാളും ഇതെനിക്ക് വേണം എന്നുള്ള ഒരു മെസ്സേജിൽ ക്ലെയിം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.